നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും ജീവിതം ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത്. വൈജയന്തിയുടെ അപകട വാർത്ത അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്ന സഹോദരങ്ങൾ കേൾക്കുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ്. അലീന യഥാർത്ഥത്തിൽ ആരാണ്? ബാലചന്ദ്രൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം ഗംഗാധര മേനോൻ പുറത്തുവിടുമ്പോൾ തകരുന്നത് ശിവന്റെയും രാജീവിന്റെയും വിശ്വാസങ്ങളാണ്. വാശിയും ദേഷ്യവും മാറ്റിവെച്ച് അലീനയ്ക്ക് മുന്നിൽ സഹോദരങ്ങൾ മാപ്പ് ചോദിക്കുമ്പോൾ കഥ മാറുകയാണ്. ആവേശകരമായ ഈ മുഹൂർത്തങ്ങളും വൈജയന്തിയുടെയും അലീനയുടെയും വൈകാരികമായ കൂടിക്കാഴ്ചയും ഉൾപ്പെടുത്തിയ വരാൻ പോകുന്ന ആ എപ്പിസോഡിന്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിക്ക് ആക്സിഡന്റ് പറ്റിയ വിവരം അറിഞ്ഞ് പരിഭ്രമിച്ച് പാഞ്ഞെത്തുകയാണ് ഗംഗാധര മേനോനും മാലതിയും. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാണുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന വൈജയെയാണ്. അവസ്ഥ വളരെ സീരിയസ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ മേനോൻ ശരിക്കും തകർന്നുപോയി. നെഞ്ചിടിപ്പോടെ ശിവന്റെയും രാജീവിന്റെയും അടുത്തേക്ക് ചെന്ന് അദ്ദേഹം ചോദിച്ചു, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. എന്താ ശരിക്കും ഉണ്ടായത്? ബാലചന്ദ്രൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയതല്ലേ ഉള്ളൂ. അതിനിടയിൽ വൈജയ്ക്ക് ഇത് എങ്ങനെ പറ്റി? അപ്പോഴാണ് രാജീവൻ ദേഷ്യത്തോടെ ആ സത്യം വിളിച്ചു പറയുന്നത്. അന്ന് ആ അറ്റാക്ക് വന്നപ്പോൾ അയാളങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ നന്നായനേട്ട. എങ്കിൽ നമ്മുടെ പെങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. മേനോൻ അപ്പോഴും സംശയത്തോടെ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? വിവരക്കേട് വിളിച്ച് പറയാതെ. അപ്പൊ ശിവനും പറയുകയാണ്, അല്ല ഏട്ടാ, രാജീവൻ പറയുന്ന സത്യമാണ്. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ആ അലീനയുണ്ടല്ലോ, അവള് ബാലചന്ദ്രന്റെ സ്വന്തം ചോരയാ. ഇതങ്ങോട്ട് കേൾക്കുന്നതും മേനൻ വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നുപോയി. ശിവൻ തുടർന്നു, സത്യമാണ് ഏട്ടാ, പണ്ട് ദുബായിലായിരുന്നപ്പോൾ ഏതോ ഒരു സ്ത്രീയിൽ അയാൾക്കുണ്ടായ മകളാണവൾ. ആ കുട്ടിയെ സ്നേഹനികേതനത്തിൽ ഏൽപ്പിക്കാൻ ബാലചന്ദ്രൻ തന്നെയാണ് ചാണക്യതന്ത്രം മെനഞ്ഞത്. നമ്മുടെ അച്ഛൻ കുഞ്ഞിരാമനെ കരുവാക്കി ആ സ്ത്രീയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും അലീനയെ ആ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം ബാലചന്ദ്രൻ പ്ലാൻ ചെയ്ത നാടകമാണ്. ഇതൊക്കെ കേട്ട് ഗംഗാധര മേനോനാണെങ്കിൽ, നിങ്ങൾ വെറുതെ ഓരോന്ന് പറയല്ലേ, കാര്യങ്ങൾ നേരാവണ്ണം അറിയാതെ ബാലചന്ദ്രൻ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, അത് ശരിയല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവന്റെ മനസ്സിൽ വൈജയന്തിക്ക് പകരമായി മറ്റാരുമില്ല. ഗംഗാധര മേനോന്റെ വാക്കുകൾ കേട്ട് രാജീവ് ചോദിക്കുകയാണ്, ഏട്ടൻ ഇപ്പോഴും അയാളെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണോ? അലീനയെ ആ വീട്ടിൽ നിന്ന് അയാൾ പുറത്താക്കാൻ തയ്യാറല്ലാത്തപ്പോ ഗത്യന്തരമില്ലാതെ അയാൾ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞതാ. ഞാൻ അവളെ പിടിച്ച് വലിച്ചു പുറത്താക്കിയതാ. പക്ഷേ അയാൾ അവളുടെ പിന്നാലെ പോയി. റിസോർട്ടിലൊക്കെ താമസിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചും വന്നത്. ഇത്രയൊക്കെ നടന്നിട്ടും ഏട്ടൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അതെല്ലാം കേൾക്കുമ്പോഴേക്കും നാട്ടിൽ ഇത്രയേറെ പുകലുകൾ നടന്നിട്ടും നിങ്ങൾ എന്താടാ എന്നെ ഒന്ന് വിളിച്ച് പറയാതിരുന്നെന്ന് ചോദിക്കുകയാണ് ഗംഗാധര മേനോൻ. അത് പിന്നെ വൈജ പറഞ്ഞിരുന്നു, ഏട്ടനെ വിളിച്ചിട്ട് കാര്യമില്ലെന്നും. ഏട്ടൻ എപ്പോഴും ബാലചന്ദ്രന്റെ ഭാഗത്ത് ന്യായമേ കാണുമെന്നും എപ്പോഴും ക്ഷമിക്കാൻ മാത്രമേ പറയൂ എന്നും അവൾക്ക് പരാതിയുണ്ട്. പോരാത്തതിന് പഴയ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ് നാണം കെടുത്തുവെന്ന് ഏട്ടൻ അവളെ ഭീഷണിപ്പെടുത്തിയെന്നും അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാതിരുന്നത്. എങ്കിലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു എന്നാണ് രാജീവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഗംഗാധര മേനോൻ തിരിച്ചു പറയുന്നത്. ഇപ്പോഴെങ്കിലും ഞാൻ ഇതൊക്കെ അറിഞ്ഞത് ഭാഗ്യമെന്നും. അല്ല, എവിടെ വൈജ? അവൾക്കിപ്പോ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇപ്പൊ വൈജയ്ക്ക് കുഴപ്പമില്ലെന്ന് അറിയിക്കുകയാണ് ശിവൻ. ICUയിൽ തന്നെയാണ്. തലയ്ക്ക് നല്ല പരിക്കുമുണ്ട്. ഒന്നൊന്നര ആക്സിഡന്റ് ആയിരുന്നല്ലോ സംഭവിച്ചത്. കണ്ടവരൊക്കെ പറഞ്ഞത് അവള് രക്ഷപ്പെടില്ലെന്നാണ്. ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്തായാലും ഗംഗാധര മേനോൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവരെ നോക്കി. എന്നിട്ട് ചോദിക്കുന്നുണ്ട് വീണ്ടും, വൈജയുടെ വാക്ക് കേട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനുള്ള പുറപ്പാടാണെന്ന്? അവളുടെ തെറ്റുകൾ നിങ്ങൾക്ക് അറിയില്ലാത്തതാണോ? ആഗ്രയിൽ വെച്ച് അവൾ കാട്ടിക്കൂട്ടിയതൊക്കെയാണ് ബാലചന്ദ്രന്റെ അറ്റാക്കിൽ വരെ എത്തിച്ചത്. ഇത് കേൾക്കുന്ന രാജീവൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അയാൾ ചെയ്തതൊന്ന്? ദുബായിലുണ്ടായിരുന്ന കുട്ടിയാണ് അലീന എന്ന് അയാൾ തന്നെ സമ്മതിച്ചതാണല്ലോ. അപ്പൊ മേനോൻ പറയും, എന്റെ രാജീവ, ശിവ, നിങ്ങളെ അവൻ കുരങ്ങ് കളിപ്പിക്കുകയാണ്. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്നാൽ രാജീവനും ശിവനും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അല്ല ഏട്ടാ, അതൊക്കെ പ്ലാനിങ് ആയിരുന്നു ബാലേന്ദ്രന്റെ. അലീനയെ ആ വീട്ടിലെത്തിക്കാൻ അയാൾ കുറച്ചൊന്നുമല്ല കളിച്ചത്. അച്ഛനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോയതൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ. അല്ലാതെ നമ്മുടെ അച്ഛനെ ആർക്കെങ്കിലും പേടിപ്പിക്കാൻ പറ്റുമോ? വിട്ടിത്തം പറയരുതെന്നാണ് ഗംഗാധര മേനോൻ അവരോട് തിരിച്ചു പറയുന്നത്. എന്നിട്ട് സംഭവങ്ങളൊക്കെ വിശദമാക്കി കൊടുക്കുകയാണ്. അലീന ബാലേന്ദ്രന്റെ മകളൊന്നുമല്ല. അറ്റാക്ക് ഉണ്ടാകുന്നതിന് തലേ ദിവസം ബാലേന്ദ്രൻ എന്റെ അടുത്തേക്ക് വന്നിരുന്നു. രാജീവനും ശിവനും അത് കേട്ട് അമ്പരന്ന് പോയി. അന്ന് അവനെ കാണാനില്ലെന്ന് വൈജ പറഞ്ഞിരുന്നു. അവനപ്പോ ഏട്ടന്റെ അടുത്തേക്കാണോ വന്നതെന്ന് രാജീവൻ ചോദിക്കുമ്പോൾ, അതെ, നീലഗിരിയിൽ എന്റെ അടുത്ത് വന്നിരുന്നു. അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. 22 വർഷങ്ങൾക്ക് മുമ്പ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നില്ലേ എന്നും ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നും. മേനോന്റെ വാക്കുകൾ കേട്ട് രാജീവനും ശിവനും മുഖത്തോട് മുഖം നോക്കി തരിച്ചു നിന്നു. എന്നിട്ട് രാജീവൻ ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞു എന്ന്. അവൻ എല്ലാ തെളിവുകളുമായിട്ടാണ് എന്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് സത്യം സമ്മതിക്കേണ്ടി വന്നു. വൈജയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ അവനോട് തുറന്നു തന്നെ പറഞ്ഞു. ഇത് കേട്ടതോടെ രാജീവനും ശിവനും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് രാജീവൻ മേനോനോട് ദേഷ്യപ്പെടുകയാണ്. ഏട്ടൻ എന്ത് വിഡ്ഢിത്തമാ കാണിച്ചത്? അയാൾക്ക് ഒരു തെളിവ് കിട്ടിയിട്ടില്ല. ചുമ്മാ അവിടെയും ഇവിടെയും കേട്ട ഓരോ ഊഹാപോഹങ്ങളും വെച്ചാണ് അയാൾ സംസാരിക്കുന്നത്. എന്നിട്ടാണോ ഏട്ടൻ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തത്? ആ മീറ്റിംഗിനിടയിൽ അയാൾ എന്നോടും വൈജയുടെ പഴയ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതേസമയം
ഗംഗാധര മേനോൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല രാജീവേ, ബാലേന്ദ്രൻ എന്റെ അടുത്ത് വന്നത് വ്യക്തമായ തെളിവുകളുമായിട്ടാണ്. സ്വന്തം മകളാണെന്ന് പറഞ്ഞ അയാൾ അലീനയെ ചേർത്ത് പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ അലീന ആരാണെന്നാ നിങ്ങളുടെ വിചാരം? രാജീവനും ശിവനും ഒന്നും മനസ്സിലാവാതെ മേനോനെ നോക്കി. മേനോൻ തുടർന്നു, അന്ന് ആ കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞ് അച്ഛൻ വൈജയെ വിശ്വസിപ്പിച്ചെങ്കിലും സത്യത്തിൽ ആ കുഞ്ഞ് മരിച്ചിരുന്നില്ല. അച്ഛൻ ആ കുട്ടിയെ ഏതോ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കിയതായിരുന്നു. 3 വയസ്സായപ്പോൾ ആ കുട്ടി അവിടെ വെച്ച് മരിച്ചു എന്നാണ് നമ്മളൊക്കെ കേട്ടത്. പക്ഷെ അതൊരു കള്ളമായിരുന്നു. അവൾ മരിച്ചിട്ടില്ല. ആ കുട്ടിയാണ് ഈ അലീന. ഇത് കേൾക്കുന്നതും ശിവനും രാജീവനും ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. വിശ്വസിക്കാനാവാതെ അവർ പരസ്പരം നോക്കി. ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ശിവൻ അമ്പരപ്പോടെ ചോദിച്ചപ്പോ, ഇതൊക്കെ എന്റെ വെറും ഊഹാപോഹങ്ങളാണെന്നാണോ നീ വിചാരിച്ചത്? വൈജി 22 വർഷം മുമ്പ് പ്രസവിച്ച കാര്യവും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ബാലേന്ദ്രൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ കളിക്കുന്നത്. അലീന വൈജയുടെ മകളാണെന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ ഉറപ്പായി. അവൾ ഒരിക്കലും ബാലേന്ദ്രന്റെ മകളല്ല. അലീനയെ തന്റെ മകളായി അയാൾ അവതരിപ്പിച്ചത് വെറും ഒരു നാടകം മാത്രമാണ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് വൈജയുടെ ജീവിതം ഇനി എന്താകുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. ബാലേന്ദ്രൻ ഇനി അവളെ ഭാര്യയായി അംഗീകരിക്കുമോ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വൈജയെ എന്നേ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയേന്. അയാൾ ഇത്രയേ കാണിച്ചുള്ളൂ. അതൊരു പക്ഷെ ആ 3 മക്കളെ ഓർത്തിട്ടായിരിക്കാം. രാജീവനും ശിവനും എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഒന്നും മിണ്ടാതെ തകർന്നു നിൽക്കുകയാണ്. ആ സമയത്ത് മേനോൻ അവരോട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് വൈജയോട് ഞാൻ എപ്പോഴും ക്ഷമിക്കാൻ പറഞ്ഞത്. വൈജ കുറച്ചുകൂടെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ ഒരുപക്ഷെ അവളുടെ ജീവിതം തകരാതെ മുന്നോട്ട് പോയേക്കാം. ഏതായാലും 3 സഹോദരന്മാരും ഈ സത്യം അറിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഈ കാര്യങ്ങൾ വൈജ അറിഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്നും ഒരുപക്ഷെ എന്തെങ്കിലും കടുങ്കൈ തന്നെ ചെയ്യുമെന്നും അവർ ഭയന്നു. അതുകൊണ്ട് ഈ രഹസ്യം എന്നേക്കുമായി മൂടി വെക്കാൻ തന്നെ അവർ 3 പേരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനുശേഷം രാജീവനും ശിവനും ബാലേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരെ കണ്ടതും ബാലേന്ദ്രൻ ശാന്തമായിട്ട് തന്നെ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ? വൈജയ്ക്ക് സുഖമാണല്ലോ അല്ലേ? അപ്പൊ രാജീവൻ മറുപടി കൊടുക്കുകയാണ്, അത് പിന്നെ ബാലേന്ദ്ര, ഞങ്ങൾക്കൊരു മനംമാറ്റം ഉണ്ടായിരിക്കുകയാണ്. അലീന നിന്റെ മകളാണെന്ന് നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നീ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. നേരത്തെ ഞങ്ങൾ പറഞ്ഞതിനൊന്നും നീ വിമുഖത കാണിക്കരുത്. ഞങ്ങളോട് ക്ഷമിക്കണം. ബാലേന്ദ്രൻ അപ്പോഴൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? എന്നെ തല്ലാനും കൊല്ലാനും നടന്നിരുന്നവരിപ്പോൾ ക്ഷമയുമായി വന്നല്ലോ. ശിവൻ പറയുകയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ബാലേന്ദ്ര. പെങ്ങളുടെ ജീവിതം തകരരുതെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അലീന ഈ വീട്ടിൽ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് ഇനി ഒരു പരാതിയുമില്ല. അവളുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ല. ഇത് സത്യം. ബാലേന്ദ്രന് കാര്യം മനസ്സിലായി. ഗംഗാധര മേനോൻ വഴി ഇവർ സത്യം അറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വേഷം മാറ്റമെന്ന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ കാര്യമായി ഗവനിച്ചതേയില്ല. അവർ തിരികെ പോകുമ്പോൾ താഴെ അലീന നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ അരികിൽ ചെന്ന് അവർ വിനയത്തോടെ പറഞ്ഞു, മോളെ, ഞങ്ങൾ പറഞ്ഞതും ചെയ്തതുമൊക്കെ നീ ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഇവിടുന്ന് നീ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വരില്ല കേട്ടോ. അത് കേൾക്കുന്ന അലീനയും അമ്പരന്ന് പോയി. തന്നെ കാണുമ്പോൾ ദേഷ്യത്തോടെ പാഞ്ഞെടുക്കാറുള്ളവർ ഇപ്പോൾ പമ്മി പതുങ്ങി സംസാരിക്കുന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല. താൻ വൈജയുടെ മകളാണെന്ന സത്യം അവർ അറിഞ്ഞെന്നും ഇനി തന്റെ ജീവിതത്തിന് അവർ തടസ്സമാവില്ലെന്നും അലീനയും ബാലേന്ദ്രനും തിരിച്ചറിയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഐസിയുവിൽ നിന്ന് വൈജ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. കണ്ണു തുറന്നപ്പോൾ തന്റെ അരികിലിരിക്കുന്ന ബാലേന്ദ്രനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും മിണ്ടാൻ കഴിയാതെ അവൾ അയാളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന മുറിയിലേക്ക് കടന്നു വരുന്നു. അവളെ കണ്ടതും വൈജയുടെ മുഖത്തൊരു വല്ലാത്ത ഭാവമായിരുന്നു. പഴയ ശത്രുതയല്ല, മറിച്ച് എന്തോ ഒരു വലിയ കുറ്റബോധം അവിടെ നിഴലിച്ചു. വൈജയന്തിയപ്പോൾ ബാലേന്ദ്രനോട് പറയുകയാണ്, ബാലേട്ട, എനിക്ക് എന്റെ അലീനയോടൊന്ന് സംസാരിക്കണം. ബാലേന്ദ്രൻ ഒന്നും ചോദിക്കാതെ പുറത്തേക്ക് പോയി. മുറിയിൽ അലീനയും വൈജയും തനിച്ചായി. മോളെ അലീന, നീ എന്നോട് ക്ഷമിക്കണം. എന്റെ അഹങ്കാരവും ദേഷ്യവും കൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷെ ഇന്ന് ഗംഗേട്ടൻ എന്നോട് ചില സത്യങ്ങൾ പറഞ്ഞു. നീ ഈ വീട്ടിലെ വെറും ഒരു അതിഥിയല്ലെന്നും എന്റെ തന്നെ. വൈജയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അലീനയുടെ കൈ പിടിച്ചു. അപ്പോൾ അലീന, ഒന്നും പറയണ്ട അമ്മേ, എനിക്കെല്ലാം അറിയാം. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അമ്മ ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് പുതിയൊരു തുടക്കമാവാം. അലീനയുടെ ആ വിളി, അമ്മയെന്നുള്ള വിളി വൈജയുടെ ഉള്ളിൽ തറച്ചു. വർഷങ്ങളായി താൻ കൊതിച്ചിരുന്ന, എന്നാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ വിളി അവളുടെ സങ്കടങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. പുറത്ത് ഇതെല്ലാം കേട്ടുനിന്ന രാജീവനും ശിവനും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. ഇനി ആ വീട്ടിൽ വഴക്കുകളില്ല, പകരം സ്നേഹം മാത്രമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായി. ഗംഗാധര മേനോനും അകലെ നിന്ന് അത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രനോട് പറഞ്ഞു, ബാലചന്ദ്ര, നീ ശരിക്കും ഒരു വലിയ മനുഷ്യനാണ്. ആ പാവകുട്ടിയെ നീ ഏറ്റെടുത്തത് വെറുതെയല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. നീ ഒരു തകർന്ന കുടുംബത്തെയാണ് ഇന്ന് കൂട്ടി യോജിപ്പിച്ചത്. ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ടവർ ഒന്നാകുന്നത് കണ്ട സംതൃപ്തിയിൽ അയാൾ ആ ജനാലയിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കി നിന്നു.